ഇന്ത്യൻ പുരുഷന്മാർ പറയുന്നത് സ്ത്രീ ജന്മം കഴിഞ്ഞിട്ടാണ് പുരുഷജന്മം കിട്ടുന്നതെന്നാണ്. ഞാൻ ഓഫീസറാണ്, അവർ അറ്റൻഡറാണ്, അല്ലെങ്കിൽ അങ്ങനെ പിയൂണാണ്. ആ ഒരു ചിന്തയാണ്. ഓഫീസർ എന്നൊരു ഈഗോ ഉണ്ട് പുരുഷന്മാർക്ക്, ഇന്ത്യൻ പുരുഷന്മാർക്ക്. പകുതി ശിവനും പകുതി പാർവതിയുമാണ്, ശിവശക്തി. തരുന്ന് ഭിന്നമല്ല, ഒരു ആത്മാവിൻ്റെ ഭിന്നഭങ്ങളാണ്. ആ ഒരു മനോഭാവമാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. പണ്ടേ അച്ഛനമ്മമാരും അമ്മമാർ കണ്ടീഷൻ ചെയ്തും പിന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ പാമ്പഴക്കട കുറ്റമല്ല. ആനയുടെ മുമ്പ് വീണ ആന ഉടനെ കാല് വെക്കും. അപ്പോൾ അതുപോലൊരു കണ്ടീഷനാണ് ആണുങ്ങളെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആദ്യം വരുന്നത് ഫസ്റ്റിലെ ഈഗോയാണ്. പക്ഷേ ഈഗോ നേതി അത് മധുരമുള്ളതാക്കി മാറ്റി. ബാക്കിയല്ല ഈശ്വരൻ്റെ സൃഷ്ടി, നമ്മുടെ സൃഷ്ടിയാണ് അഹങ്കാരം. അഹങ്കാരത്തെ അത് ഒതുക്കി മധുരമാക്കി. പുള്ളിയുടെ നേതിലുള്ളായിരുന്നു അവാദപ്രതിവാദം, അതാണ് ഏറ്റവും നല്ലത്. പ്രസാദ ബുദ്ധി എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ പോയോ ഒരു ചർച്ചിൽ പോയോ, അപ്പോൾ അവിടെ ചർച്ചിൽ നിന്ന് കിട്ടുന്ന ഇത്രയും ഒരു ചെറിയൊരു കഷ്ണം ഇതായിരിക്കാം, നമ്മളത് പ്രസാദ ബുദ്ധി, ഇന്നോ വയറ് നിറച്ച് തന്നില്ലല്ലോ, അങ്ങനെയില്ല. ഒരു മനസ്സിനങ്ങനെ ഒരു നമ്മളുണ്ട്, ഇത് പ്രസാദമാണ്. അപ്പോൾ പ്രസാദ ബുദ്ധി, അപ്പോൾ അത് സ്വീകരിക്കൽ മനോഭാവം വരും. ഇത് വയറ് നിറച്ചതിന് പരാതി ഇവിടെയില്ല, അത് മേടിച്ച് അതൊരു വളരെ റെസ്പെക്റ്റോടുകൂടി, വളരെ ആചാരത്തോടുകൂടി, വളരെ തൃപ്തിയോടുകൂടി അത് കഴിക്കും. തൃപ്തിയുണ്ടാൽ ചെറിയുണ്ടെന്നില്ല, ചിന്തയില്ല. പ്രസാദം നീന്തിക്കുമ്പോൾ വളരെ തൃപ്തിപ്പെട്ട് കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പം തരുന്ന പ്രസാദത്തിൽ പായസത്തിൽ ഉറുമ്പ് കാണും, ഉറുമ്പ് പൊടിയൊക്കെ ഇരിക്കും. അപ്പം നമ്മളതെടുത്ത് കളഞ്ഞിട്ട് കഴിക്കും. അപ്പോൾ പ്രസാദ ബുദ്ധിയ എല്ലാം സ്വീകരിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദേഷ്യവും സ്നേഹവും നമ്മുടെ ദുർബലതയെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതുകൊണ്ട് എല്ലാം ഗുരു എന്ന് പറയുന്നത് പഠിക്കാനൊരു പാഠമാണ്. അപ്പോൾ ദേഷിക്കുമ്പോഴും ഒരാൾ ദേഷിക്കുമ്പോൾ നമുക്ക് എത്ര ദുഃഖം തോന്നി, നമ്മളിങ്ങനെ ആരെയും വിഷമിപ്പിക്കരുതെന്ന് ചിന്ത വരും. അപ്പോൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം തോന്നി, അപ്പോൾ എല്ലാവരെയും നമുക്ക് സന്തോഷിക്കാം, അങ്ങനെ ചിന്ത വരും. അങ്ങനെ നമ്മളതിനകത്ത് നല്ലതെടുക്കുക പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് വൈകിട്ട് തന്നെ ദേഷ്യം തോന്നി ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവരുള്ളി പൊളിച്ച പോലെ, അയ്യോ ഞാൻ അപ്പം ദേഷ്യം എന്ത് സംഭവിച്ചേനും എന്ന്, അപ്പം തെളിഞ്ഞ ഹൃദയമാണ്. അപ്പം ശരിക്കും നമ്മൾ കാണാൻ പറ്റും. അപ്പോഴാണ് ക്ഷമ എന്ന് പറയുന്നത്.